വെൽക്കം ടു എജുസ് അക്കാഡമി. എജുസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന റെയിൽവേ സ്റ്റാഫ് നഴ്സ് 2024ന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നഴ്സിംഗുമായി റിലേറ്റ് ചെയ്ത എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതിനായി താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ, നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാഫ് നഴ്സ്, റെയിൽവേ സ്റ്റാഫ് നഴ്സ് എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ അല്ല വരുന്നത്, മറിച്ച് റെയിൽവേ റിക്രൂട്ട്മെന്റ് ഓഫ് വേറിയസ് കാറ്റഗറീസ് ഓഫ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്, അതായത് സെൻ നമ്പർ എന്ന് പറയുന്നത് 04/2024, അതാണ് നമ്മുടെ സെൻ നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാക്കൻസീസ് എന്ന് പറയുന്നത് 713, ഓൾ ഇന്ത്യ ലെവലില് 713ഓളം ഒഴിവുകൾ നമുക്ക് ഈ ഒരു എക്സാമിനായിട്ടുണ്ട്. ഈ ഒരു എക്സാമിന്റെ പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺലൈൻ വഴിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ എന്ന് തൊട്ട് കൊടുത്തു തുടങ്ങാം. അതായത് ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 17/8/2024, അതായത് ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് സാധിക്കും. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 16/9/2024, അതായത് സെപ്റ്റംബർ 16 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു മാസം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു മാസം വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എത്ര വേഗം അപ്ലൈ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ്. അപ്പോൾ ഈ ഒരു രണ്ട് കാറ്റഗറിയിലും നിങ്ങൾക്ക് കൗൺസിൽ രജിസ്ട്രേഷന്റെ ആവശ്യമുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആവശ്യമില്ല. പല സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനും എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. ഒന്നെങ്കിൽ ജനറൽ നഴ്സിംഗ് അല്ലെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞാൽ മതിയാകും. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എക്സാം എഴുതാനായിട്ട് നമുക്ക് ഏജ് ലിമിറ്റ് ആണ്. ഏതൊക്കെ പ്രായക്കാർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ജനറൽ കാറ്റഗറിക്ക് 20 മുതൽ 43 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോർമലി കഴിഞ്ഞ വർഷം വരെ 20 മുതൽ 40 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയിൽ ഏജ് ലിമിറ്റ് വരുന്നത്. പക്ഷേ കോവിഡിന്റെ സിറ്റുവേഷൻ കാരണം ഒത്തിരി പേർക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവരെ കൂടെ കൺസിഡർ ചെയ്താണ് ഇത്തവണ ഒരു 3 വർഷം കൂടെ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കൂടെ ഒരു 3 വർഷത്തെ റിലാക്സേഷൻ നൽകിയിട്ടുള്ളത്. അപ്പൊ ബാക്കി OBC, അതർ ബാക്ക്വേർഡ് കാസ്റ്റിന് ഈ ഒരു 43 വയസ്സിന്റെ കൂടെ +3 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ നൽകിയിട്ടുണ്ട്. SC ST കാർക്ക് 5 വർഷം കൂടെ ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം എഴുതാനായിട്ട് എക്സാം ആപ്ലിക്കേഷൻ ഫീസ് നൽകിയിട്ടുണ്ട്. ജനറൽ വരുന്ന ആളുകൾക്ക്, ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് 500 രൂപയും മറ്റാൾക്കാർക്ക് 250 രൂപയാണ് വരുന്നത്. ഈ 500 രൂപ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന മെയിൽ ആപ്ലിക്കൻസിന് മാത്രമാണ് 500 രൂപ വരുന്നത്. ഫീമെയിൽസിനും ബാക്കി OBC, SC ST, എക്സ് സർവീസ്മെൻ മറ്റ് കാറ്റഗറീസിലുള്ള ആൾക്കാർക്ക് 250 രൂപ മതിയാകും. അപ്പൊ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുക, ജനറൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ജനറൽ കാറ്റഗറിയിൽ വരുന്ന മെയിൽ ആപ്ലിക്കൻസിന് മാത്രമാണ് 500 രൂപ വരുന്നത്. അപ്പൊ ഈ 500 രൂപ അടയ്ക്കുന്ന ആളുകൾക്ക് നമ്മുടെ എക്സാമിന് ശേഷം, CBTക്ക് ശേഷം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. 250 രൂപ പേയ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് ഓൺലൈൻ വഴിയാണ്. ഇന്റർനെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതർ UPI മെത്തേഡ്സും നിങ്ങൾക്ക് യൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി വരുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓൾ ഇന്ത്യ ലെവലില് ഫുൾ നോർത്ത് തൊട്ട് സൗത്ത് വരെ സോൺസ് വഴി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് സോണൽ വൈസ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. അപ്പോ നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് വരുന്നത് സൗത്ത് സോൺസ് ആണ്. സൗത്ത് സോണിനകത്ത് ബാംഗ്ലൂർ, ചെന്നൈ, സെക്കന്ദരാബാദ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ആപ്ലിക്കന്റിന് അറ്റ് എ ടൈം ഒരു സോണിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇൻ കേസ് നിങ്ങൾ 2 സോണിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ
സോൺ വൈസ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നോർത്തിലെ സ്റ്റുഡൻസിന്റെ കോമ്പറ്റീഷൻ ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പൊതുവെ ഒരു ടോക്ക് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാംസ് എല്ലാം ക്രാക്ക് ചെയ്യുന്നത് നോർത്തിലെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമുക്ക് നോർത്ത് സോൺ, സൗത്ത് സോൺ അങ്ങനെ ക്ലാസിഫിക്കേഷൻ വരുന്നത് കൊണ്ട് ഈ ഒരു എക്സാമിന് നോർത്തേൺ സ്റ്റുഡൻസിന്റെ കോമ്പറ്റീഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ഈ ഒരു എക്സാമിന്റെ പ്ലസ് പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നീഡ് അക്കൗണ്ട് ഓൺ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്. അപ്പൊ ഈ ഒരു നിങ്ങൾക്ക് ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾ ഇന്നോ നാളെയോ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതാണ്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ ലഭിക്കാനായി ബെല്ലൈക്കൺ കൂടെ അമർത്തുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ ആണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, ഓൺലൈൻ എക്സാം ആണ് റെയിൽവേയുടെ എക്സാം വരുന്നത്. 100 ചോദ്യങ്ങൾ, അതായത് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് തന്നിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്, അതായത് 1.5 മണിക്കൂറാണ് അവൈലബിൾ ആയിട്ടുള്ള സമയം. നമ്മുടെ സബ്ജക്റ്റുകൾ ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, പ്രൊഫഷണൽ എബിലിറ്റി. പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ നഴ്സിംഗ് സബ്ജക്റ്റുകളാണ്. അതുപോലെ ജനറൽ അരിത്തമാറ്റിക് അതും കൂടെ വരുന്നുണ്ട്. മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ശരിയുത്തരങ്ങൾക്കും 1 മാർക്കും അതുപോലെ തെറ്റുത്തരങ്ങൾക്ക് -0.33 മാർക്കും നിങ്ങൾക്ക് ഡെഡ്യൂസ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 2 പാർട്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ എബിലിറ്റി നിങ്ങളുടെ നഴ്സിംഗ് സബ്ജക്റ്റുകൾ 70 മാർക്കിനും ബാക്കി ജനറൽ നോളജ് 30 മാർക്കിനുമാണ് വരുന്നത്. ഈ ഒരു 30 മാർക്കാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കായിട്ട് വരുന്നത്. നമ്മുടെ നഴ്സിംഗ് എജ്യൂസ് അക്കാഡമിയിലെ നഴ്സിംഗ് സബ്ജക്റ്റുകൾ വളരെ എക്സ്പേർട്ട് ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെ നേതൃത്വത്തിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വളരെ ബേസിക്സ് തൊട്ടാണ് ഞങ്ങൾ എടുത്തു പോകുന്നത്. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ ഫ്രീ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ ജനറൽ നോളജിന്റെ കേസിൽ ജനറൽ PSC കോച്ചിങ്ങിലെ മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പോകുന്നത്. അപ്പൊ ഈ ജനറൽ നോളജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾ പ്രോപ്പർ ആയിട്ട്, അത് നഴ്സിംഗ് സബ്ജക്റ്റുകൾക്കായാലും ജനറൽ നോളജിന്റെ സബ്ജക്റ്റുകൾക്കായാലും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളുടെ ഫ്രീ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഇതിനെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ പുതിയ ബാച്ച്, ഓൾറെഡി ബാച്ചസ് റണ്ണിങ് ആണ്. പുതിയ ബാച്ചസിന്റെ ഇന്റൻസീവ് കോച്ചിങ്ങിനായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മറ്റു അപ്ഡേഷൻസിനായി എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് യൂസ് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഷെയർ ചെയ്തിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.